ഒരു കൊച്ചു നാട്ടിൻപുറം, അവിടെ വർഷങ്ങളായി തന്നെ രുചി വിളമ്പുന്ന ഒരു കുടുംബം. അവരെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ അടുത്ത പരിസരത്ത് ഇതുപോലെ സേഫ്റ്റിയും ടേസ്റ്റിയും ഫുഡ് കിട്ടുന്നത് ഒരു സാധനവും ഞങ്ങൾ പൊടിക്കോ മേടിക്കത്തില്ല. കപ്പ ബിരിയാണി എടുത്ത കപ്പ ബിരിയാണി. അമ്മ എന്തൊക്കെ സുഖം തന്നെ? സുഖം. ഇത് ചിക്കനോ? നോർമൽ ചിക്കൻ. ഇത് നമ്മളെ ഫേമസ് ഐറ്റം ഇവിടുത്തെ. അതെ അതെ. പിന്നെ ഇത് ബീഫോ? ബീഫ് കറി. ഇതിങ്ങനെ അടുപ്പിൽ വെച്ച് ഇങ്ങനെ വരട്ടിക്കൊണ്ടേയിരിക്കും. നാടൻ കോഴിക്കറിക്കാണ് നമ്മൾ പേര് കേട്ടത് ഇവിടുത്തെ. അച്ഛനായിരുന്നു നേരത്തെ കച്ചവടം. അതായത് ഗോപാലൻ ചേട്ടൻ. ഞാനിപ്പോ മാഷെ പരിചയപ്പെട്ടു. മാഷ് പറഞ്ഞു ഗോപാലൻ ചേട്ടന്റെ പഴയ കറി തൊട്ടിങ്ങനെ പറയാ. അന്ന് കറി ഇങ്ങനെയായിരുന്നു. അന്ന് കറി വെച്ചാല് ഗ്രേവി കുറവായിരുന്നു. ഇപ്പൊ ഏകദേശം ഗ്രേവി കൂടിയാണ് മാഷ കണ്ടെത്തൽ. ഗ്രേവി എക്സ്ട്രാ വേണം. ഇതിപ്പോ ഗ്രേവിയിൽ വെച്ചതാ. ഇതിപ്പോ എത്രത്തോളമായി. ഇനി ഇതില് റോസ്റ്റ് ആവും. കാരണം വരണ്ട് ഈ ചെറിയ ചൂട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും നമ്മൾ. പാചകം മൊത്തം കിടപ്പില് എല്ലാം. നമുക്ക് രാവിലെ ഉണ്ടോ? അപ്പൊ രാവിലെ ചിക്കനൊക്കെ ഒരു 8:30 9 ആവുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ ആവും. പൊറോട്ട, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, ദോശ, നിധി പൊറോട്ട ഒരു വെറൈറ്റി ഐറ്റം തുടങ്ങിയതാണ്. സാധാരണ എല്ലായിടത്തും കിഴി പൊറോട്ട ഞങ്ങൾ മാറ്റി നിധി പൊറോട്ട. മുട്ട പുഴുങ്ങിയത്, മുട്ട ഓംലെറ്റ്, പിന്നെ ബീഫും വെക്കും, ചിക്കനും വെക്കും. ഇതിപ്പോ രാവിലെയാണോ ഉച്ചയ്ക്കാണോ നമ്മളെ ഒരു ടോപ്പ് ടൈം എന്ന് പറയുന്നത്? ഉച്ചയ്ക്കാണ് നമ്മളൊരു ബ്രാൻഡ് അല്ലേ? ഉച്ചയൂണ്. പിന്നെ മീൻ ഫ്രൈ കാര്യങ്ങളൊക്കെ വേറെ. എക്സാക്ട് ലൊക്കേഷൻ പറയണമെങ്കിൽ മണത്തടയിലുള്ള ദുര്യോധന ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് വരും. പിന്നെ വീണ ഹോട്ടൽ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ചിക്കൻ കൂടി കിട്ടും.